ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മഹേഷ് ബാബുവിൻ്റെ ഗുണ്ടൂർക്കാരം എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീനും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ കുറച്ച് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സിന് ഒരു 20 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. കാരണം ഇതൊരു ഫൈറ്റും കാര്യങ്ങളുള്ള സീനും കാര്യങ്ങളൊന്നുമല്ല, ഇതൊരു ഫാമിലി സിനിമയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ക്ലൈമാക്സിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടൂർക്കാരത്തിൻ്റെ ഓൾറെഡി സീൻസൊക്കെ നമ്മൾ ഓൾറെഡി റിയാക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി കാണുക. അതേപോലെ തന്നെ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ആ ഗുണ്ടൂർക്കാരത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോവാം. നമുക്ക് പാർട്ടി ഓഫീസാണ് കാണുന്നത്. പ്രകാശ് രാജിനെ കാണിക്കുന്നത്. പ്രകാശ് രാജിനാണ് പ്രകാശ് രാജ്. ഓ, അവന്റെ കൊച്ചുമോനെ തപ്പ്. ഗോപാൽ സാറിനെ കേട്ടോ, കുറെ നേരം നീ കണ്ടില്ലേ? ഗോപാൽ സാർ, ഗോപാൽ സാർ, ഗോപാൽ സാർ, ഈ കുടിയാതെ കൊണ്ട് തോറ്റ് ആരെന്നോ എന്റെ പൊന്നാന മോനോടെ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷെ ഇതുവരെ അവിടെ എത്തിയില്ല. അവരവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഓ, രണ്ടാമത്തെ മോനെ. അത് പിന്നെ അച്ഛാ, അവൻ പാർട്ടി ചേർന്നില്ലേ? ഇപ്പൊ MP സീറ്റ് ഇവിടെ കിട്ടാൻ പോകുന്ന പറഞ്ഞപ്പോ അവൻ വല്ലാത്തൊരു ടെൻഷനില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഇച്ചിരി ധൈര്യം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തായിരുന്നു. അവൻ മയങ്ങി വേണമെന്ന് തോന്നുന്നു. അച്ഛാ, ഒരു 10 മിനിറ്റ് വന്നാൽ മതി. അവനെ ഞാൻ റെഡിയാക്കി. കള്ളോർത്തിരിക്കോ? ഓ, പേരക്കുട്ടികളെ ഓ, ഇതുപോലെ മോനല്ല, പേരക്കുട്ടി അല്ലാന്ന്. ഇപ്പൊ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു പറഞ്ഞില്ലേ മഹേഷ് ബാബുവിന്റെ അമ്മന്റെ. ഓ, മഹേഷ് ബാബു മാത്രമാണ് അവന്റെ കൊച്ചുമോന്. രമണ. ഓ, മഹേഷ് ബാബു വന്നു. നീ കുടിച്ചിട്ട് പിച്ചുമയും പറയല്ലേ? ഞാനോ? കൃത്യം 25 വർഷത്തിന് മുൻപ് നിങ്ങളുടെ മോള് വേറൊരു ജാതിക്കാരനെ കല്യാണം കഴിച്ചു. നിങ്ങൾ ഇലക്ഷനിൽ തോറ്റുപോയി. അടുത്ത ഇലക്ഷനിൽ കൃത്യമായിട്ട് കരി നീക്കി നിങ്ങൾക്ക് ജയിച്ചു. ഇപ്പോ നിങ്ങളുടെ കൊച്ചുമോൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മോള് കരുക്കൾ നീക്കുക. നിങ്ങളുടെ മോളൊന്നും എന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല എന്നെ കല്യാണം കഴിച്ചത്. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതോ? കല്യാണം കഴിച്ചിട്ടില്ല, പറ്റിക്കാൻ വേണ്ടി ചെയ്തത്. നിങ്ങളുടെ ബെഡ്റൂം 1ാമത്തെ നിലയിലായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. എന്നാ കേട്ടോ, ആ റൂമിനുള്ളില് 2 വലിയ ബെഡാ ഉള്ളത്. ഇടയിൽ നെറ്റ് കെട്ടി ഒരു ടെന്നീസ് കളിക്കാം. അത്രയ്ക്ക് സ്ഥലമുണ്ട്. ഇതുവരെ ഗർഭിണി ആയില്ലല്ലോ എന്ന് നിങ്ങൾ സംശയിച്ചപ്പോഴാ അവള് നിങ്ങളോട് ഗർഭിണിയാണെന്ന് പറഞ്ഞത്. വിദേശത്ത് പോയി കുഞ്ഞ് ജനിച്ചാൽ നന്നായിരിക്കും പറഞ്ഞ് ഓസ്ട്രേലിയയിലുള്ള ആ രാജിയുടെ വീട്ടിലേക്ക് അവള് പോയി. അവിടെ പോയിട്ട് എന്തായി? അവിടെ പോയിട്ട് അവൾ അവരുടെ വീട്ടിൽ താമസിക്കാതെ ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ തീരുമാനിച്ചു. അവളെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവനെ തൂക്കിക്കൊണ്ടു വന്നു. അപ്പൊ നിങ്ങളോ? അവനെ തൂക്കി തോളെ വെച്ചു. ഇവന്റെ കരച്ചിൽ നിങ്ങൾക്ക് പാട്ടാ, അവന്റെ മൂത്രം നിങ്ങൾക്ക് പെർഫ്യൂമാ. ഇവന് പക്ക രാജഗോപാൽ എന്ന് പേരിട്ടാൽ ഇവൻ ഒരുപക്ഷെ എന്നെ പോലെ ആകുമെന്ന് കരുതി വൈരാ രാജഗോപാൽ എന്ന് നിങ്ങൾ ഇട്ടു. ഇപ്പൊ MP ആക്കാനും പോവാ. പറയാൻ പറ്റില്ല, ചിലപ്പോ നിങ്ങൾ PM വരെ ആക്കി കളയും. പക്ഷെ ഇപ്പോഴേ ഇവൻ നിങ്ങളുടെ കൊച്ചുമോനല്ലെന്ന് അറിഞ്ഞില്ലേ? ഇനി എന്ത് ചെയ്യും?
നിങ്ങള് കരുതുന്നവരൊന്നുമല്ല നിങ്ങളുടെ മോള്. ആക്ഷേ, അവളെ ഭർത്താവിനെ അവളെ ജയിലിലേക്ക് അയച്ചപ്പോ നിങ്ങൾ 25% വിശ്വസിച്ചു. എന്നെ കെട്ടിയപ്പോഴോ അത് 50%. ഇവൻ ജനിച്ചതിന് ശേഷം 75% വിശ്വസിച്ചു. സ്വന്തം മോനെ കൈയൊഴിഞ്ഞപ്പോഴോ 100% അങ്ങ് വിശ്വസിച്ചു. തന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി അവള് ഏതറ്റം വരേക്കും പോകുന്നു പറഞ്ഞില്ലേ എന്റെ അമ്മോ. നിങ്ങളെ മോള് സാധാരണ പെണ്ണൊന്നും അല്ല അച്ഛാ. ഓ, ഇതൊക്കെ മഹേഷ് ബാബുവിന്റെ അമ്മ കളിച്ചൊരു കളിയാണ്. ഇതിന്റെ മുത്തശ്ശൻ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട്. നിങ്ങളുടെ മോക്ക് വേണമെങ്കിൽ നിങ്ങളെ പോലെ ഒരു 3 പേരെ നിയന്ത്രിക്കാൻ പറ്റും. ഇത് നേരത്തെ എന്നോട് സത്യം പറയട്ടെ, നിങ്ങളെ പോലുള്ളവരൊക്കെ 70 വയസ്സിന് മേളിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. കാരണം ജീവനോടൊരു ഒരു പ്രയോജനമില്ല. അത് ചാവുന്നതാ നല്ലത്. കാര്യമായിട്ടാ പറയുന്നത്. കാരണം അതാ എല്ലാവർക്കും നല്ലത്. അത് ചത്തയ്ക്കണോ? അങ്ങനെ തന്നെ മുതശ്ശ സൂക്ഷിച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരുമായിട്ട് എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ? അവളല്ലേ ഇതിന്റെ എണ്ണത്തിന് കാരണക്കാരി. ആദ്യം അവളെ വേണം കൊല്ലാൻ. ഓ, അങ്ങനെയാണെങ്കിൽ തന്നെ 100 പ്രാവശ്യം കൊല്ലണല്ലോ. മഹേഷ് ബാബു വന്നു. എനിക്ക് തടയാൻ പറ്റിയില്ല സാറേ. നിനക്കെന്താണോ വേണ്ടേ? കള്ളവോട്ടിടുന്നവരെ പോലെ പതുങ്ങി കയറി വന്നിരിക്കുന്ന തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അതുകൊണ്ടാ സംസാരിക്കണം. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വാ സംസാരിക്കാം. മക്കളുടെ ഭാവിയെ കുറിച്ച് തന്നെ സംസാരിക്കുക. നമുക്കിത് നിന്റെ അമ്മയുടെ പൂർവ്വകാലത്തെ കുറിച്ച് സംസാരിക്കാം. നിന്റെ അമ്മയാണോ ക്ഷേത്രത്തിലെ ദേവിയോ? എപ്പോ നോക്കിയാലും നിനക്ക് അവളെ കണ്ടോണ്ടിരിക്കാൻ രാക്ഷസിയ. അപ്പൊ പിന്നെ ഇതിന് ആക്സിഡന്റ് ഉണ്ടാക്കി. ഏത് ആക്സിഡന്റ്? അവരുടെ കാറില് ലോറി കൊണ്ടിട്ട്. ഓ, അതിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത്. കുടിക്കാൻ കുറച്ച് വെള്ളത്തോടാ. ആ ആക്സിഡന്റ് ചേർത്ത ഹരിദാസനോട് ചോദിക്കേ. ഓ, ഹരിദാസ് വന്നു. ആ ഗ്ലാസ് കൊടുത്തേക്ക് ദാസ്. എന്താ ഞെട്ടിപ്പോയോ? ദാസ് നമ്മുടെ സ്വന്തം ആളല്ലേ. അയാള് തന്ന വെള്ളം കൊണ്ട് കയ്യിലെ രക്തക്കര കഴിക്കൊണ്ടിരുന്നു. ലോറി ആരുടെ? ഇവരല്ലെങ്കിൽ പിന്നെ അതാ കാട്ടാമതരോട് പോയി ചോദിക്കേ. കാട്ടോർമ്മ അവനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ ഈ പ്രകാശ് രാജിന്റെ പണിയായിരുന്നു കേട്ടോ. ഒരു ഉറപ്പിന് വേണ്ടി അവനെ വിളിച്ചോണ്ട് വന്നതാ. അവൻ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് പറയില്ലേ? കാരണം അവന് തന്നെ നേരമാണ് നടക്കാറില്ല. എന്തിനാണ് ചെയ്തത്? ഇലക്ഷനിൽ 4 തവണ ജയിക്കാന്ന് പറയുന്ന അത്ര നിസ്സാര കാര്യമല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. ഒരു മർഡർ അറ്റംപ്റ്റ് വെച്ച് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയതാ. ചെന്താ സർവേ ഒന്ന് നോക്ക്. വിജയാർപ്പണെന്ന് പറഞ്ഞിരിക്കുന്ന ഇതിനിപ്പോ നിനക്ക് എന്താണ് പ്രശ്നം? അവളവര് ചത്തട്ടൊന്നുമില്ല. വെട്ടിപ്പിടിച്ചാലുണ്ടല്ലോ സർവേയുടെ ആവശ്യങ്ങൾ ഉണ്ടാവില്ല. സിംപത്തിൽ ഈസി ആയിട്ട് ജയിക്കാം അവര്. അതെ, പ്രകാശ് രാജ് മറ്റേ സിമ്പിളായി ജയിക്കാൻ പറ്റും. ഇപ്പൊ നിന്റെ പേരക്കുട്ടിയിലെന്ന് അറിഞ്ഞ ഉടനെ ആരാടാ നിന്റെ മുത്തശ്ശനെന്ന് ചോദിച്ചില്ലേ? പക്ഷെ കഴിഞ്ഞ 30 വർഷം സ്വന്തം മോനെ പോലെയാണ് അവര് നോക്കിയതിന്. എടാ, എനിക്ക് നിന്നോട് അസൂയൊന്നുമില്ല. എന്നെ തെറ്റിദ്ധരിക്കണ്ട. അവര് ചെയ്തത് ചതി, നിങ്ങൾ ചെയ്തത് ത്യാഗമില്ലേ? അവര് ചെയ്ത ത്യാഗത്തിന്റെ ലിസ്റ്റ് ഞാൻ തരട്ടെ. കേട്ടാ ഞെട്ടും നിങ്ങൾ. ഒരു ഗുണമില്ലാത്ത കല്യാണം, അർത്ഥമില്ലാത്ത 2ാം കല്യാണം, സ്വന്തമല്ലാത്ത മകൻ, കെട്ടിവെക്കപ്പെട്ട പദവി. ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്തതാ? രമണ രാജാവിനെ പോലെ ജീവിക്കാൻ. ഞാനത് മനസ്സിലാക്കിയില്ല. ഞാനൊരു പൊട്ടനായിരുന്നു. നിങ്ങൾ മനസ്സിൽ തട്ടി പറഞ്ഞോണെന്നറിയില്ല. അവര് ദേവിയാണ്. അവരെവിടെ ഉണ്ടോ അതാണ് അമ്പലം. അവരെങ്ങാനും നിങ്ങൾ വിട്ടിട്ട് പോയണ്ടല്ലോ വെങ്കടസ്വാമി. പ്രസാദമൊക്കെ അങ്ങ് ദൈവത്തിന് കിട്ടും. നിനക്ക് പൂ വയ്ക്കാൻ പോലും ഒരുത്തനുണ്ടാവില്ല. ഓ, അതിന്റെ അമ്മ ഇവിടെ വന്നു.
മനസ്സിൽ ഇത്രയും സ്നേഹം വെച്ചിട്ടാണോ നീ വഴക്കുണ്ടാക്കുന്നത്? അപ്പൊ നിനക്ക് ഇങ്ങനെ ഈ സ്നേഹം കാണിക്കാൻ അറിയൂ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണോ? ഞാനെന്താ ചെയ്ത അച്ഛാ? ഗോഡൌൺ കത്തിച്ചത് ഞാനാണോ? എല്ലാരെയും കൊന്നത് ഞാനാണോ? ഇവൻ നന്നായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അത് അത്ര വലിയ തെറ്റാണോ? എന്റെ മരണം പോലും എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് അച്ഛൻ പ്ലാൻ ഇട്ട് കാണും. ഞാൻ പോവുക. ഇനി എന്ത് ചെയ്യണമെന്ന് അച്ഛൻ തന്നെ ആലോചിച്ചു. നീ എങ്ങോട്ടാ പോകുന്നേ? നീ എവിടെ ചെന്നാലും എല്ലാം നശിപ്പിച്ച നിന്നെ ഒരു അഡ്രസ് ഇല്ലാത്തവളാക്കി മാറ്റും ഞാൻ. ഇവനെ കണ്ടിട്ടും അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അന്നിവൻ അച്ഛന്റെ മുട്ടിന് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിവൻ അച്ഛനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണോ? എന്തൊക്കെയാണ് പറയുന്നത്? നിനക്കും ഇവരെ പോലെ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ അവനെ പോലെ സംസാരിക്കാല്ല അച്ഛാ. അവനാണ് എന്നെ പോലെ സംസാരിക്കുന്നത്. കാരണം അവൻ എന്റെ മോനാ. ഇപ്പൊ അവര് രണ്ടുപേരും കൂടെ ഒന്നായിട്ടോ? അതൊന്നും കൂടി പറയൂ. നീ എന്റെ മോനാടാ. എന്താ ഇത്രയും കാലമായിട്ട് പറയാതിരുന്നു? ഉറങ്ങിയോ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് മാത്രമാണോ സ്നേഹം? വീട്ടിൽ വന്നപ്പോ പുറത്താക്കിയിരുന്നില്ല. ഞാൻ നിന്റെ മോളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്തിനാ എന്നെ അടിച്ചത്? ഒന്ന് തൊടണമെന്ന് തോന്നിയിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ? അതിനു മുമ്പ് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ നീ കേട്ടില്ലേ? എന്തിനു പിന്നെ? ചെറുപ്പത്തിൽ കഴിക്കാൻ കുറെ കഷ്ടപ്പെടുത്തി. ഇപ്പൊ സംസാരിച്ചെന്നെ കഷ്ടപ്പെടുത്തുക. ഒരമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ അവള് മരിക്കണം. എല്ലാ ഫാമിലി ഒന്നായിട്ടോ? ഇത് കേൾക്കാൻ ഇനി 25 വർഷം വെയിറ്റ് പ്രകാശ് രാജ് മാത്രം ഒറ്റയ്ക്കായി. അവരെ സംസാരിക്കാൻ എന്റെ ചെവി മാത്രമല്ല, ശരീരം മൊത്തം കേൾക്കുന്ന പോലെ. അയാളോട് സംസാരിക്കണ്ട, നീ വാ. ഇവരിവിടെ പോവാണ്. പിടിച്ചു കെട്ട്. ഓഹോ. ഇവിടുന്ന് പോവാണ്. ഹൈദരാബാദിൽ നിന്ന് ഗുണ്ടൂരിക്ക് 500 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഗുണ്ടൂർ വീട് വരികയാണ്. ജയറാം കാണുന്നുണ്ട് മഹേഷ് ബാബു വരുന്നത്. സാരി. ജയറാമിന് സന്തോഷമായിട്ടോ. എന്താടാ? അമ്മേനെ കണ്ടതും ഒരുപാട് മഴക്കിടണമെന്ന് വിചാരിച്ചത്. അമ്മേനെ തൊട്ടതും ഞാൻ എല്ലാം മറന്നുപോയി. എന്താ? നീ നല്ല സുന്ദരനാണല്ലോ, പിന്നെന്തിനായി താടി? ഇതാ ലവ് ഫെയിലിയർ. ഏതാ പെൺകുട്ടി? അമ്മ തന്നെയാ. ഇവളാണ് പുറത്താക്കിയത്, പിന്നെ ചെറിയമ്മ അതാണ് പുറത്താക്കിയത്. അവളിനെ കൊണ്ടുതന്നെ ഡോറ് തുറപ്പിച്ചു, അകത്തേക്ക് വിളിക്കുകയാണ്.
ബുജ്ജി. സുഖാണോ? മയങ്ങി വീഴും. അയ്യോ, ബുജി, ബുജി, ബുജി. ബുജ്ജിനെ വിളിച്ചു. ജയറാമ് മേലെ ഇരിക്കുകയാണല്ലോ, അപ്പൊ അങ്ങോട്ടേക്ക് വരും വന്നു. സുഖമല്ലേ സത്യം? ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഒരു ബുള്ളറ്റ് ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ റൂമില്. ഓർമ്മയ്ക്കായിരിക്കും. എന്റെ പറയും നിന്റെ ഓർമ്മകൾ ഇവിടെ ഇങ്ങനെ പഴയ പാട്ടുകളും പഴയ ബൈക്കും പഴയ ഭാര്യ പഴയ ഭാര്യ. ഞാനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോഴാണ് മഹേഷ് ബാബുനൊക്കെ അറിയുന്നത് പഴയ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞിട്ട്. ദേഷ്യം മാറാനായിട്ട് എനിക്ക് ഇത്രയും വർഷം എടുത്തു അല്ലേ? അച്ഛനോടുള്ള പേടി മാറാൻ എനിക്ക് ഇത്രയും വർഷങ്ങളെടുത്തു. ഓ, എല്ലാം അവളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ അവര് സെറ്റായി, വീണ്ടും ഒരുമിച്ചു. വാതിലടച്ചെന്നുള്ള കുറ്റബോധം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഇപ്പൊ വാതിൽ തുറന്നത് നിങ്ങൾ. ഇപ്പൊ എല്ലാം ശരിയായോ? സലാർ മമ്മി. സാമ്പാർ ചേട്ടാ, ഞാനൊരു നല്ല ക്യാപ്ഷൻ പറയട്ടാണ്. രമണെ കുറിച്ച് റബല, കാരണം അമ്മ ഡബിള. ഇതിന് വളർത്തമ്മയാണല്ലോ സലാറമ്മ. എല്ലാവരും ഒരുമിച്ചപ്പോ ആ കുടുംബം തന്നെ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രകാശ് രാജ് വീണ്ടും വിളിക്കുകയാണ് ഗുണ്ടൂരിക്ക്. വെങ്കടസ്വാമിയെ വിളിക്കുന്നത് ഡാഡി ഗിരിജ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തേക്ക്. കട്ടിച്ച് ബ്ലോക്കിലേക്ക് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വിളിക്കും കേട്ടോ. ഇത്രയും നാള് കത്തിയാണെന്ന് കരുതി സൂചിക്കാ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നത്. ശരി, ഇനി തൊട്ട് ഞാൻ കത്തിക്ക് മുറിച്ച് കൂട്ടിക്കോളാം. അച്ഛാ, രാഷ്ട്രീയത്തിന് എനിക്കൊരു പിൻഗാമി വേണ്ടടാ. നമുക്ക് രമണനെ വിളിക്കാം. വരാനൊന്നും തോന്നില്ല. അവൻ എന്ത് ചെയ്താ വരും? അച്ഛോ, ഓരോ ഉത്സവത്തിനും നമ്മളെ വാതിലിൽ തോരണം തൂക്കത്തില്ലേ? അതെന്തിനാ? നല്ലതായതുകൊണ്ട്. കുറച്ചു നാള് കഴിഞ്ഞ് ആ ഇലയെല്ലാം ഉണങ്ങി കഴിയുമ്പോഴേ ഒരുമാതിരി കലവലാതെ സൗണ്ട് വരുമ്പോ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? എങ്കിലും അത് എടുത്തു കളയത്തില്ല. കാരണം സെന്റിമെന്റ്. നിങ്ങളും അങ്ങനെ തന്നെ അച്ഛാ. കൂടെ കൂട്ടിയ അപകടം, പക്ഷെ പുറത്താക്കിയ അത് പാവാ. അച്ഛാ അത് വിട്ടേക്ക്, അത് സംസാരിച്ചിട്ട് കാര്യമില്ല. രമണ വരില്ല. അതെ, വരില്ല. പുള്ളി ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയാം. ശരി. എന്താണ് സർ? ഈ പുതിയ ഡ്രസ്സാണോ? അതെ സർ. റെഡിമേഡ് ആണോ തയ്ച്ചാണോ? റെഡിമേഡ് ആണ് സർ. ഇത് പോവാം. എങ്ങോട്ടാ സർ? അറിഞ്ഞിട്ട് എന്തിനാ നിങ്ങളിപ്പോഴും തിരിച്ചു വരുന്നത്?
നാളെ വൈകുന്നേരം പാരിസാറിനോട് ഞാൻ എന്ത് പറയും? അവിടെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞു. ഞാൻ എന്റെ തോളിലെടുത്ത് വളർത്തിയ കൊച്ചായത്. അതേ കൈകൊണ്ട് കല്യാണ മണ്ഡപത്തിലെ കുട്ടികളുള്ള സൂക്ഷിച്ചോടെ. സാരി, നീ ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ബാലു സർ. ഫസ്റ്റ് ഡേ തന്നെ അവള് ജീപ്പി കയറ്റി എത്രയും പെട്ടെന്ന് കുണ്ടൂരിലേക്ക് കൊണ്ടുപോയാനെ. ഫസ്റ്റ് ഡേ ഇപ്പോഴും ഒന്നല്ലേ ചെയ്യുന്നത്. അപ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്ലൈമാക്സും ഒരു ഫൈറ്റും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഇതിൽ. കുറച്ചും മാക്സിമം ഇമോഷണലും കാര്യങ്ങളായിട്ടുള്ളതാണ്. അതായത് അമ്മയും മോനും ഒരുമിക്കുന്നു. അപ്പോൾ ഇവർ പിരിയാൻ കാരണം മുത്തശ്ശനാണ്, പ്രകാശ് രാജാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അത് അവൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്. അവസാനം ഇവർ ഒന്നായിട്ട് ഒരു വീട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കുഴപ്പമില്ല, ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. എന്നാലും വൺ ടൈം വാച്ചബിൾ അത്രേ ഉള്ളൂ. വേറെ ഒരു കാര്യമായിട്ട് പറയേണ്ട ആ രീതിയിലൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗുണ്ടൂർ കാലത്തിൻ്റെ എല്ലാ മാക്സിമം സീനും നമ്മൾ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പുറകിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോസിൻ്റെ സിനിമയുടെയും റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.